നമ്മുടെ രാജ്യത്ത് ഡെമോക്രസിയും ഫെഡറൽ സ്ട്രക്ചറും ബുൾഡോസർ കൊണ്ട് പൊളിക്കാൻ പോവുകയാണ്. ഓൾറെഡി ഇന്ത്യ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കാരണം ഡിവൈഡഡ് ആണ്. ഇനി അടുത്തത് നോർത്ത് വേഴ്സസ് സൗത്ത് ഇന്ത്യ രീതിയിലോട്ട് ആക്കാൻ പോവുകയാണ്, വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം. 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ, ഇറാൻ വാർ കാരണം എനർജി ക്രൈസിസ്, ഇതിന്റെ ഇടയ്ക്ക് വെച്ച് മോദി സർക്കാർ പാർലമെന്റ് സ്പെഷ്യൽ സെഷനിൽ വെച്ച് 3 പുതിയ ഡ്രാഫ്റ്റ് ബിൽ കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ ഇത് മാറ്റാനുള്ളതാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. 1. കോൺസ്റ്റിറ്റ്യൂഷൻ 131st അമെന്റ്മെന്റ് ബിൽ 2026. 2. ഡീലിമിറ്റേഷൻ ബിൽ 2026. 3. യൂണിയൻ ടെറിട്ടറീസ് ലോ അമെന്റ്മെന്റ് ബിൽ 2026. ആർട്ടിക്കിൾ 81 പ്രകാരം ലോക്സഭാ സീറ്റ് 543 നിന്നും 850 ആക്കാൻ പോകുന്നു. അതിൽ 815 സീറ്റ് സംസ്ഥാനങ്ങൾക്ക്, ബാക്കി 35 സീറ്റും യൂണിയൻ ടെറിട്ടറീസിനും. ഇത് പെട്ടെന്ന് തന്നെ സർക്കാരിന് ചെയ്തേ പറ്റൂ. കാരണം എന്തോ പറയുന്ന വുമൻസ് റിസർവേഷൻ ബിൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് വുമൻസ് റൈറ്റ്സിന് വേണ്ടി ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റുന്നില്ല. ഓപ്പോസിഷൻ പറയുന്നു 2011 സെൻസസ് ബേസിക് എങ്ങനെ സീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. വുമൻ റിസർവേഷന്റെ പേരിലും പോപ്പുലേഷന്റെ പേരിലും UP, രാജസ്ഥാൻ, ബീഹാർ സ്റ്റേറ്റ്സിന് 30-ലധികം സീറ്റ് കൂടുതൽ കിട്ടും. കേരള, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒറീസ ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾഡ് ആണ്. 30 സീറ്റിൽ കുറവാണ് ഇവിടെ കിട്ടുന്നത്. സിമ്പിൾ ടൈമിൽ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ റെപ്രസെന്റേഷൻ 38% നിന്ന് 43% കൂടി. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ റെപ്രസെന്റേഷൻ 24.3% നിന്നും 20.7% കുറഞ്ഞു. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ തോറും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തും എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തും കൂടുതൽ ഇൻഡസ്ട്രി ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചും സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ പൈസ ഉണ്ടാക്കി കൊടുത്തു. സോ അവർക്ക് പാർലമെന്റിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കൊടുക്കുന്നു. കാരണം പറയുന്നത് നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ ഹൈ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ഷൻ ഇല്ല. സർക്കാരിന്റെ മണ്ഡലങ്ങളിൽ അതിർത്തി നിശ്ചയിക്കാൻ പോലും അവകാശങ്ങളില്ല. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് ഇതിനെ നോർത്ത് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള കോളനൈസേഷൻ എന്ന് പറയുന്നത്. അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യനെ വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമമാണെന്ന്. മോദി സർക്കാർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതല്ല, പക്ഷെ അവർ ചെയ്യത്തില്ല. ഇതിന്റെ പിന്നിൽ ചെറിയൊരു രാഷ്ട്രീയം മാത്രമാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ലോങ് റണ്ണിന് വളരെ ദോഷകരമായിരിക്കും. ഡീലിമിറ്റേഷൻ ഒരു പ്രോസസ്സാണ്, മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുന്നത്. ഇലക്ഷൻ പർപ്പസിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 82 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയ ഡീലിമിറ്റേഷൻ കമ്മീഷന് മാത്രമേ ഡീലിമിറ്റേഷൻ നടത്താൻ പറ്റൂ. അതും കൂടാതെ കുറച്ച് റൂൾസ് ഈ കമ്മീഷൻ പാലിച്ചേ പറ്റൂ. 1. ഒരു സ്റ്റേറ്റ്സിന് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് സീറ്റ് കൊടുക്കണം. 2. ഓരോ സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ വിലയിരുത്തുന്നത് അവയിലെ ജനസംഖ്യ ഏകദേശം ഒരേപോലെ നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം. സിമ്പിൾ ആയി പറഞ്ഞാൽ സൈസ് അല്ല ഇവിടെ മാറ്റർ, പോപ്പുലേഷൻ, ജനസംഖ്യയാണ് മാറ്റർ. ഈ നിയമത്തിന് ചില ഒഴിവുകൾ തീർച്ചയായും ഉണ്ടാകും. ഞാൻ പറയുന്ന തിയറിയാണ്, പ്രാക്ടിക്കൽ അല്ല. പോപ്പുലേഷൻ കുറവുള്ള യൂണിയൻ ടെറിട്ടറീസിനും സ്റ്റേറ്റ്സിനും ഈ പോപ്പുലേഷൻ റൂളിൽ നിന്ന് പുറത്താക്കണം. കുറവ് പോപ്പുലേഷൻ ആയതുകൊണ്ട് അവർക്ക് ഒരു സീറ്റെങ്കിലും കൊടുത്തേ പറ്റൂ. ആർട്ടിക്കിൾ 82 പറയുന്നത് ലേറ്റസ്റ്റ് സെൻസസ് ഡേറ്റ പ്രകാരം ഓരോ 10 വർഷം കൂടുന്തോറും ഡീലിമിറ്റേഷൻ നടത്തിയേ പറ്റൂ. എങ്കിലേ ഇലക്ട്രൽ മാപ്പ് അപ്ഡേറ്റ് ആക്കാൻ പറ്റൂ. കാരണം പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നു, ജനങ്ങൾ സിറ്റീസ് മാറുന്നു. സോ അതുകൊണ്ട് ഇലക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ മാറിയേ പറ്റൂ ഓരോ 10 വർഷം കൂടുന്തോറും. അതുകൊണ്ടാണ് 1 വോട്ട് 1 വാല്യൂ പ്രിൻസിപ്പൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 82ന്റെ ജോലി. 1952, 1963, 1973 ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സെൻസസ് ഡേറ്റ പ്രകാരം 10 വർഷം കൂടുന്തോറും ഇലക്ട്രൽ മാപ്പ് മാറ്റിയിട്ടുണ്ട്. 1973 പോപ്പുലേഷൻ മാറും എന്നുള്ള കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ച് 31st അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അന്ന് ലോക്സഭ സീറ്റ് 500-ൽ നിന്നും 525-ലേക്ക് കൂടി. 1976 ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് വന്നിരുന്നു. എമർജൻസിയുടെ ടൈമിൽ ഇന്ദിരാഗാന്ധി ഡീലിമിറ്റേഷൻ പ്രോസസ് 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തു വെച്ചു. അതിനാൽ അടുത്ത 25 വർഷത്തേക്ക് നടക്കാനുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും 1973 ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിശ്ചയിച്ച പ്രകാരമായിരിക്കും. 1973 ഡേറ്റ പ്രകാരമായിരിക്കും എല്ലാ സ്റ്റേറ്റ്സിനും സീറ്റ് കൊടുക്കുന്നത്. ഇതോടൊപ്പം ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണം 580 ഫിക്സ് ചെയ്തു. ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ലോജിക്കും ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ അതിവേഗത്തിൽ വർദ്ധിക്കുകയായിരുന്നു. ഒട്ടും ബാലൻസ് ഇല്ലായിരുന്നു. സർക്കാർ ഫാമിലി പ്ലാനിങ്ങും പോപ്പുലേഷൻ കൺട്രോളും എല്ലാം കൊണ്ടുവന്നു. സ്റ്റേറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എൻകറേജ് ചെയ്തു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ബലമായി സ്റ്റെറിലൈസേഷൻ നടത്തി. അതുകൊണ്ട് നല്ല ഉദ്ദേശങ്ങൾ പോലും പാളിപ്പോയി. 1981, 1991 സെൻസസ് നടന്നു, പക്ഷേ സീറ്റ് അലോക്കേഷൻ നടന്നില്ല. 25 വർഷം കഴിഞ്ഞു 2001. 2002 വാജ്പേയി സർക്കാർ 84th അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതിൽ ഡീലിമിറ്റേഷൻ പ്രോസസ് വീണ്ടും 25 വർഷത്തേക്ക് നിർത്തിവെച്ചു, 2026 വരെ. സർക്കാർ ഇന്ദിരാഗാന്ധിയുടെ ലോജിക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ആവശ്യം, പോപ്പുലേഷൻ ബാലൻസ് അല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ ഇത് തന്നെയായിരുന്നു ചിന്തിച്ചത്. 2026 എല്ലാ സ്റ്റേറ്റ്സിനും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൽ കൺട്രോൾ ചെയ്യുമെന്ന് വാജ്പേയി സർക്കാർ വിശ്വസിച്ചു. ഹിന്ദുസ്ഥാനിൽ എല്ലായിടത്തും ഒരേപോലെ പോപ്പുലേഷൻ ആയിരിക്കും. സോ ആ ടൈമിൽ ഡീലിമിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ വെൽ പെർഫോമിംഗ് സ്റ്റേറ്റ്സിനും കുഴപ്പം വരത്തില്ല, അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളും വരത്തില്ല. ഓർക്കണം, കോൺഗ്രസും BJPയും ഡീലിമിറ്റേഷൻ 25 വർഷത്തേക്ക് പുഷ് ചെയ്തു. പക്ഷേ ഇന്ന് മോദി സർക്കാർ ആ ഒരു ജോലിയാണ് ഇന്ന് ചെയ്യാൻ നോക്കുന്നത്. ആരും അറിയാതെ വുമൻ റിസർവേഷൻ ബില്ലിന്റെ പേരിൽ കൂടെ. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആപത്തായി മാറാനും ചാൻസ് ഉണ്ട്. 50 വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ലൈക്ക് ബീഹാർ, UP, MP അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടുപോയി. ആ ഒരു പരാജയത്തിനാണ് മോദി ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ഇത്രയും ദേഷ്യം വരുന്നത്. പുതിയ സെൻസസ് ഡേറ്റ എടുക്കുന്നവരെ മോദി ഗവൺമെന്റിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് 2011 സെൻസസ് ഡേറ്റ പ്രകാരമായിരിക്കും ഡീലിമിറ്റേഷൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഇന്ത്യയുടെ ജനസംഖ്യ അറൌണ്ട് 120 തൊട്ട് 122 കോടിയായിരുന്നു. 122 കോടിയെ നമ്മൾ 850 വെച്ച് ഡിവൈഡ് ചെയ്താൽ 14 തൊട്ട് 15 ലക്ഷം
ലക്ഷം ജനങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും കാണാം. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന കൂട്ടിക്കഴിഞ്ഞാൽ 543 130 സീറ്റ്സേ ഉള്ളൂ. അവർക്ക് പാർലമെന്റിൽ ഏകദേശം 24% റെപ്രസെന്റേഷൻ ഉണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരെ ജനസംഖ്യ മാത്രം കണക്കാക്കി ഡിലിമിറ്റേഷൻ നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം 1 നേഷൻ 1 വോട്ട് 1 വാല്യൂ. സോ ജനസംഖ്യ വെച്ച് നോക്കുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ 130 സീറ്റിൽ നിന്നും 166 സീറ്റ് കൂടും. പക്ഷെ പാർലമെന്റിൽ സൗത്ത് ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ 20% കുറയും. നമ്മൾ നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയുവാണെങ്കിൽ അവിടെ BJP ആണ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്. മാക്സിമം സീറ്റ് അവിടെയാണ്. ഇന്ന് അവർക്ക് 200 സീറ്റ് ഉണ്ട്. റെപ്രസെന്റേഷൻ 38%. പക്ഷേ ഡിലിമിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് 361 സീറ്റാകും. 43% ആയിരിക്കും റെപ്രസെന്റേഷൻ വോയിസ്. അതിനാൽ ഈ സംസ്ഥാനങ്ങളെ ആരാണോ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയും. സൗത്ത് ഇന്ത്യക്കും നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കും പ്രാധാന്യമില്ലാതായി മാറും. നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങൾ മുമ്പ് പാർലമെന്റിൽ 900 സീറ്റ് അവർ നേരത്തെ സെറ്റ് ചെയ്തു കഴിഞ്ഞു. അതും എന്തിനാ അത്രയും നേരത്തെ സെറ്റ് ചെയ്തത്? ഇതിനു വേണ്ടി. ഭരണഘടനാപരമായി ആണ് മോദി സർക്കാർ ഇത് ചെയ്യുന്നത്. ഇത് നൈതികമാണോ, മീൻസ് എത്തിക്കൽ ആണോ അല്ലയോ എന്നത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഭരണഘടന എക്സ്പെർട്സ് പറയുന്നത് സർക്കാർ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് രീതിയും ഉപയോഗിക്കാമായിരുന്നു. അതായത് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കൈവശമുള്ള സീറ്റുകളുടെ എണ്ണത്തെ പരിഗണിച്ച് സീറ്റുകൾ കൂട്ടണം. ഈ ഒരു പ്രൊപ്പോർഷണൽ ഫോമുല അപ്ലൈ ചെയ്താൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 20 സീറ്റിൽ നിന്ന് 31 സീറ്റ് ആകും. പക്ഷേ പോപ്പുലേഷൻ ഫോമുല നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വെറും 3 സീറ്റ് അധികം മാത്രമേ കിട്ടൂ. 8 സീറ്റിന്റെ കുറവ് കേരളത്തിനുണ്ടാകും. അടുത്ത കാര്യം ഉത്തർപ്രദേശ് എടുക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ഫോമുല ഉപയോഗിച്ചാൽ 125 സീറ്റിന്റെ അടുത്ത് കിട്ടും. UP-യിൽ ജനസംഖ്യ ഹൈ ആണ്. പോപ്പുലേഷൻ ഫോമുല നോക്കുവാണെങ്കിൽ UP-ക്ക് 138 സീറ്റിൽ കൂടുതൽ കിട്ടും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സംസ്ഥാനത്തിന് മാത്രം 140 സീറ്റ് കിട്ടുന്ന കാര്യം. മോദി കണക്കുകൾ മുഴുവനും നോർത്തിന് അനുകൂലമായി മാറിയതുപോലെ തോന്നുന്നു. ഇത് കാരണം സൗത്ത് ഇന്ത്യൻസ് നേതാക്കൾക്ക് ദേഷ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് തമിഴ്നാടിനാണ്. 11 സീറ്റ്സ് ആണ് കുറവ്. മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിക്ക് മുന്നറിയിപ്പ് നൽകി. ഡീലിമിറ്റേഷൻ ബില്ല് കാരണം തമിഴ്നാട് രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാവുകയും അതേപോലെ നോർത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ജോലി, ഇൻഡസ്ട്രീസ്, പണം എന്നിവയുടെ ഗുണം കിട്ടുകയും ചെയ്താൽ അപ്പോൾ അത് വളരെ മോശമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒന്നും കൂടി DMKയുടെ യഥാർത്ഥ രൂപം കാണേണ്ടി വരുമെന്ന്. 50-ലും 60-ലും അവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടിയത് ഇവിടെ പ്രയോഗിക്കുമെന്ന്. ഇത് സംഭവിച്ച രാജ്യത്തെ വയലൻസും തീവെക്കൽ പോലുള്ള സംഭവം നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രി മോദിക്ക് കത്തയച്ചു. അതിൽ ലോക്സഭാ സീറ്റിനെ പറ്റിയും ഡീലിമിറ്റേഷൻ പ്ലാനിനെ പറ്റിയും എതിർപ്പുയർത്തി. അദ്ദേഹം പറഞ്ഞു, വുമൺ റിസർവേഷനിലും ഡീലിമിറ്റേഷനിലും ലോക്സഭാ സീറ്റും കൂട്ടുന്നത് 3 വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഒന്നായി കുഴപ്പിക്കരുതെന്ന്. ഈ തീരുമാനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഭാവിയെയും ബാധിക്കും. അദ്ദേഹത്തിന് ഏറ്റവും വലിയ എതിർപ്പ് വരുന്നത് പോപ്പുലേഷന്റെ ബേസിസിൽ ലോക്സഭാ സീറ്റ് 543 നിന്നും 850 കൂടിയതാണ്. ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെതിരെ വലിയ കുറ്റമായി മാറും. കൂടാതെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, MP-മാരുടെ സഖ്യം കൂട്ടണമെങ്കിൽ പോപ്പുലേഷൻ കൂടാതെ സംസ്ഥാനങ്ങളുടെ GDP നോക്കണമെന്ന്. ഒരു സംസ്ഥാനങ്ങൾ എത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവോ അത്രയും കൂടുതൽ MP-മാരെ പാർലമെന്റിലേക്ക് അയക്കാൻ കഴിയണം. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ സർക്കാരിന് അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ആദ്യമേ ഒരു വൈറ്റ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയേനെ. പക്ഷേ അങ്ങനെ ഒന്നും നടന്നില്ല. ഫുൾ രഹസ്യമായിരുന്നു. ഈ രഹസ്യങ്ങളെല്ലാം വുമൺ റിസർവേഷൻ അടിയിൽ കൂടെ നടക്കുമായിരുന്നു. ബിൽ പാസ്സായതിനു ശേഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ എല്ലാ മണ്ഡലങ്ങളും വീണ്ടും പരിശോധിക്കും. ഈ കമ്മീഷനിൽ ആരാ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആരാ നിയന്ത്രിക്കുന്നതെന്ന് അറിയാമോ? ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെന്നറിയാമോ? സെൻട്രൽ ഗവൺമെന്റ് മാത്രമായിരിക്കും. ഇതിൽ സൗത്ത് ഇന്ത്യൻ പ്രതിനിധികൾ കാണുമോ? അതും ഇല്ല. ഒരു വട്ടം കമ്മീഷൻ ജോലി ചെയ്ത് തുടങ്ങിയാൽ ഒരു കോടതിക്ക് പോലും നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത്, ഇത്രയും ധൃതി പിടിച്ചെന്തിനാ, ആദ്യമേ 5 സ്റ്റേറ്റ്സിൽ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ട് ഒരു പാർട്ടി മീറ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് സമാധാനമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന്. BJP ഡീലിമിറ്റേഷൻ ചെയ്യണം എന്ന് കുറെ വർഷങ്ങൾ കൊണ്ടുള്ള ആലോചനയിലായിരുന്നു. ചോദ്യം ഇതാണ്, ഇലക്ഷന്റെ നടുക്ക് ഇത് എന്തുകൊണ്ടാണ് അവതരിപ്പിച്ചത്? ഓപ്പോസിഷൻ കോമയെന്ന് വല്ല മിനിറ്റ് എന്തെങ്കിലും പറയുമോ? പുതിയ പാർലമെന്റ് പറഞ്ഞപ്പോൾ മനസ്സിലായി ഡീലിമിറ്റേഷൻ മോദി സർക്കാരിന്റെ അടുത്ത സ്റ്റെപ്പാണെന്ന്. പക്ഷേ ഓപ്പോസിഷൻ ഇതിനെപ്പറ്റി അറിയാമോ? ചോദ്യം ഇതാണ്, ഇലക്ഷന്റെ മിഡിലിന് എന്തിന്? BJPക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ ആ പിടി പയ്യെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാന്ന്. അതുകൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ ഇത് നടപ്പിലാക്കണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പാസ് ആയാൽ പുതിയ സീറ്റ് മാപ്പ് കാരണം കൂടുതൽ സീറ്റ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടും. സൗത്ത് ഇന്ത്യ ദുർബലമാകും. അവരുടെ പിടി കുറച്ചും കൂടെ മുറുക്കാൻ പറ്റും. സൗത്ത് ഇന്ത്യ ദുർബലമാകും, കൂടുതൽ സീറ്റ് കിട്ടില്ല. പിന്നെ സൗത്ത് ഇന്ത്യ ഇന്ത്യയിൽ ഒരു പ്രധാന പാർട്ടല്ലാതായി മാറും. സൗത്ത് ഇന്ത്യ BJP കളഞ്ഞാൽ പോലും അവർക്ക് ഒരു കുഴപ്പവുമില്ല. BJP പറയും, നിങ്ങളല്ല ഞങ്ങളാണ് നിങ്ങളെ റിജക്ട് ചെയ്തേക്കുന്നത്. 40 വർഷം കൊണ്ട് BJP ബംഗാളിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ നോക്കുന്നു. തമിഴ്നാട്ടിലും വലിയ പിടിയൊന്നുമില്ല. ഈ 2 സംസ്ഥാനങ്ങളും ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ബില്ല് കൊണ്ടുവരുന്നു. എന്നിട്ട് ഓപ്പോസിഷൻ ഒരു പൊസിഷൻ എടുക്കണം. വുമൺ റിസർവേഷനെതിരെ സംസാരിക്കാനും പറ്റില്ല, എന്നാൽ ഡീലിമിറ്റേഷനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എന്നാൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ ഇത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘനമായി കാണുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ലല്ലോ. സർക്കാരിന് കേൾക്കാനും യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ സമീപനം സ്വീകരിക്കാനും ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. 1. സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ UP 80-ൽ നിന്ന് 120 ആയാൽ കേരളം 20-ൽ നിന്ന് 30-ലാക്കണം. എല്ലാവരും ഹാപ്പി. 2. രാജ്യസഭ സ്ട്രോങ് ആക്കണം. എല്ലാ സ്റ്റേറ്റിന്റെയും ശബ്ദം
കേൾക്കാൻ പറ്റണം. സോ ലോക്സഭയുടെ ആധിപത്യം ഇല്ലാതെയാകും. US സെനറ്റ്, അമേരിക്കയുടെ രാജ്യസഭ, അവിടെ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ചെറിയ സ്റ്റേറ്റ് ആയ വ്യോമയിലും 2 സെനറ്ററും, വലിയ സ്റ്റേറ്റ് ആയ കാലിഫോർണിയയിലും 2 സെനറ്ററും. 1 സ്റ്റേറ്റ് 1 വാല്യൂ. 3. റേവന്ത് റെഡ്ഡി പറഞ്ഞ പോപ്പുലേഷൻ എക്കണോമിക് പെർഫോമൻസ്. ഏത് സ്റ്റേറ്റ്സ് ആണോ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അവർക്ക് കൂടുതൽ എംപിമാരെ റിവാർഡ് ആയിട്ട് കൊടുക്കുക. ചോദ്യം ഇതാണ്, ഡീലിമിറ്റേഷൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ തയ്യാറാണോ, അതോ ഇത് നിർബന്ധമായി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണോ? ഡെമോക്രസിയും ഫെഡറലിസവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിനെ നല്ലതാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇതിനെ മോശ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനല്ല. മണിപ്പൂരിൽ നടക്കുന്ന കൂട്ടം നാളെ സൗത്ത് ഇന്ത്യയിൽ നടന്ന നമ്മുടെ കരച്ച് ഡൽഹി പോലും എത്തില്ല. ജനാധിപത്യത്തിന്റെ ഡിമോണിറ്റൈസേഷൻ നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും നിർത്താൻ പറ്റും. ഡിമോണിറ്റൈസേഷൻ പോലെയല്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലാണ്. BJPക്ക് ഇത് പാസ്സാക്കണമെങ്കിൽ ഹൗസിൽ 3/2 മെജോറിറ്റി എങ്കിലും വേണം. ഓപ്പോസിഷൻ പാർട്ടിയുടെ അല്ലെങ്കിൽ റീജിയണൽ പാർട്ടിയുടെ സപ്പോർട്ട് വേണം. സർക്കാർ വിചാരിക്കുന്നത് ഓപ്പോസിഷൻ പാർട്ടി, റിലീജിയസ് പാർട്ടീസും വുമൺ റിസർവേഷനെതിരെ പ്രവർത്തിക്കില്ല എന്ന്. പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ മൈൻഡിൽ അവർ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഇതിനെ ചാണക്യ നീതി എന്നും പറയാം. വുമൺ റിസർവേഷനും ഡീലിമിറ്റേഷനും ഒരുമിച്ച് കെട്ടുകയാണ്, എന്നിട്ട് ഈ ഒരു വലിയ ബിൽ പാസ് ചെയ്യാൻ നോക്കുകയാണ് ഇവർ. ഇപ്പോൾ ഓപ്പോസിഷന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. കോൺഗ്രസ്, TMC, DMK, LDF ഇവരെല്ലാം ഇനി ഒരുമിച്ച് വന്നാലേ കാര്യങ്ങൾ നടക്കൂ. ജനങ്ങൾക്ക് ഈ കളി എന്തുവെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ല, മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും ഇത്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റിമറിക്കാനും സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ മാറ്റി നിർത്താനും സാധിക്കും.